നമ്മളിപ്പോൾ ഉള്ളത് ഉദുമ പാക്കിയാരിയാണ്. നമുക്ക് കാണാം അർജന്റീനയുടെ വലിയ ഫ്ലക്സ് കാണാൻ കഴിയുന്നുണ്ട്. സിംഹാസനത്തിലിരിക്കുന്ന മെസ്സിയും അതുപോലെ തന്നെ ആടുകളോടൊപ്പം നിൽക്കുന്ന മെസ്സിയും ഒക്കെ ഉണ്ട്. ഇവിടെ കുറേ ആരാധകരുണ്ട്. നമ്മൾ ഏത് ടീമാണ്, എന്താണ് താല്പര്യം എന്നൊക്കെ ഇവരോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് സ്ഥിതി? ഏത് ടീമിന്റെ ഫാനാ? നമ്മൾ ബ്രസീൽ ഫാനാണ്. ഓക്കെ, അല്ല. അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ ആരോ കൂടിയാ? ഇന്നത്തെ മത്സരത്തിൽ ആരുടെ കൂടെ? ഒബ്വിയസ്ലി ഇംഗ്ലണ്ട് ആണല്ലോ. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇതുപോലൊരു ഫ്ലക്സ് ബാക്കിയില്ല. ഏകദേശം 150 അടിയല്ലേ അല്ലേ? അതെ, 150 അടിയുടെ ഒരു ഫ്ലക്സ് വെച്ചത് നമ്മൾ തന്നെ. അത് വേറെ കഥ. ഓക്കെ, മുമ്പിലോട്ട് വെച്ചിട്ടാ അർജന്റീനയുടെ സെക്രട്ടറി ഏരിയ സെക്രട്ടറി ആണ്. എന്താ പറയാ, 150 അടി വെക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ മാച്ച്? എങ്ങനെയാ കാണാം? ഇന്നത്തെ മാച്ച് എനിക്ക് ടീമുകൾ ടൈറ്റ് മാച്ച് ആയിരിക്കും എന്ന് പറഞ്ഞാലും ഓക്കെ. ഒബ്വിയസ്ലി ഒരു ചെറിയൊരു ബെനിഫിറ്റ് അർജന്റീനക്ക് ഉണ്ട്. കമ്മിറ്റി ടീം എന്നൊക്കെ പറയുമെങ്കിലും അതൊക്കെ സത്യമാണെങ്കിലും നമ്മൾ അംഗീകരിക്കുന്നില്ല പുറത്തോട്ടേക്ക്. കമ്മിറ്റി ടീം എന്ന് ആരോട് എപ്പോഴും ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, കളിയൊക്കെ കാണുന്നുണ്ടോ? എങ്ങനെയുണ്ട് മെസ്സിന്റെ പെർഫോമൻസ് ഒക്കെ? മൊത്തത്തിൽ അർജന്റീന ഈ കൊല കപ്പ് തൂക്കും, തുടരും. ഇന്നത്തെ കളിയിൽ അർജന്റീന മെസ്സി 3 ഗോൾ അടിക്കും, അത് ഉറപ്പാണ്. ഹാട്രിക് അടിക്കുന്ന പറഞ്ഞു. 3 ഗോൾ അടിക്കും. അപ്പൊ ഇംഗ്ലണ്ടിന്റെ ഡിഫൻസിനൊക്കെ ചിത്രത്തിലുണ്ടാവില്ല. 3-1 ഉണ്ടാവും. ഇംഗ്ലണ്ട് 1. ഒരു കാര്യമുണ്ട്, അട്ടിമറികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഫ്രാൻസ് ജയിക്കുന്നു പറഞ്ഞിട്ട് നേരെ കളി മാറി. 3-2 അർജന്റീന ജയിക്കും. 3-2 4 കപ്പ് ഇവിടെ 4 കപ്പ് 3 അത് തന്നെയാണ് ദിവിഷ്. 4ാമത്തെ നക്ഷത്രം ഉറപ്പാണെന്ന് തന്നെയാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? എന്ത് പറഞ്ഞാലും ഇപ്രാവശ്യത്തെ കപ്പ് അർജന്റീനക്ക് തന്നെ. എന്ത് പറഞ്ഞാലും കമ്മിറ്റി ടീം ആയാലും എന്തായാലും കപ്പ് അർജന്റീന തൂക്കും. അപ്പൊ അർജന്റീന ഫാൻസ് കമ്മിറ്റി ടീം ഒന്ന് സമ്മതിച്ചു. എങ്ങനെ തൂക്കും? ഗോൾഡൻ ബൂട്ടാർക്കായിരിക്കും. മെസ്സിക്ക് തന്നെ ഇപ്രാവശ്യം ഗോൾഡ് ബൂട്ട് ലഭിക്കും. മെസ്സിക്ക് തന്നെ. അത് പല രീതിയിലുള്ള ഫാൻസ് ഉണ്ട്. ഇംഗ്ലണ്ട് ഫാൻസ് ഉണ്ട്, നേരത്തെ ദിവിഷ് പറഞ്ഞ പോലെ ബ്രാച്ചുകൾ എന്നൊക്കെ പറയപ്പെടുന്ന ഫാൻസ് ഉണ്ട്, അർജന്റീന ഫാൻസ് ഉണ്ട്. പക്ഷെ വലിയ ആവേശമാണ്. എന്തായാലും പന്തുള്ളാനുള്ള നിമിഷങ്ങൾക്കായിട്ട് അർജന്റീന ഫാൻസ് തന്നെയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു, ബെറ്റുകൾ നടക്കുന്നു, അതൊക്കെ തന്നെയാണ്. പിന്നെ ഈ ആവേശമൊക്കെ തന്നെ സൗഹൃദപരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെ പറയുന്നത്. ശരി സാറേ, ഇടയിലൊരു തള്ളി കമ്മിറ്റി ടീം എന്നത് കേരളത്തിൽ വളരെ രസകരമായ വാദപ്രതിവാദങ്ങളാണല്ലോ. ഈജിപ്തിനെതിരായ മത്സരം മുതൽ പെട്ടെന്ന് അർജന്റീനയെ ഇഷ്ടമല്ലാത്തവർ, മെസ്സിയെ ഇഷ്ടമല്ലാത്തവർ, മെസ്സി ഇത്രയും കാലം കളിച്ചൊന്നും ഒരു കളിയല്ല എന്നൊക്കെ ഉള്ള പോലെയാണ് സോഷ്യൽ മീഡിയയിൽ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രസകരമായിട്ട് പോട്ടെ, തർക്കങ്ങളിലേക്ക് പോകാതിരിക്കുക, വ്യക്തിവൈരാഗ്യങ്ങളിലേക്ക് പോകാതിരിക്കട്ടെ എന്നുള്ളൂ.